നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 2-3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഇതുപോലൊരു കടായിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം എടുത്ത ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതാണേലും വറുക്കാത്തയാണേലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഒരു ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഈ പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് നമുക്കിതൊരു മാവ് പരുവത്തിലൊന്ന് ആക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചെറു ചൂടോട് കൂടി തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ്ങിനായിട്ട് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഇതുപോലൊരു ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ആ ഫില്ലിങ് വെക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ പതുക്കെ ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിക്കൊന്ന് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഞാൻ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഒരു സൈഡിൽ നിന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡിലൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നല്ല ക്രിസ്പി ആയി കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയോ ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. ഉള്ളിൽ നല്ല ഫില്ലിങ്ങോട് കൂടിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് റവയൊക്കെ വീട്ടിലുള്ള സമയത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്